എല്ലാ കൂട്ടുകാർക്കും ട്യൂട്ടർ ലൈനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +2ന്റെ ഡൈപോളിനെ പറ്റിയാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഡൈപോൾ എന്താണ്, ഡൈപോൾ മൊമെന്റ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൈപോൾ എന്താണ്, ഡൈപോൾ മൊമെന്റ് എന്താണ്, പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണ്, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ് എന്നൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഇതിന്റെ തൊട്ട് മുമ്പേയുള്ള വീഡിയോ എടുത്ത് കാണണം. ഓക്കെ, എന്തായാലും ശരി, ഈ വീഡിയോയിൽ നമ്മൾ ഡൈപോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, ഡൈപോളുണ്ട് ഡൈപോളിന്റെ ആക്സിയൽ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡെറിവേഷൻ, ഡൈപോളുണ്ട് ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡെറിവേഷൻ, ഇതൊക്കെ എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോ നമ്മൾ മുമ്പ് പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ ആണല്ലോ? പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് സീരീസ് ഞാൻ 2-3 വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, ബാക്കി വരും. മാത്രമല്ല ഇംപ്രൂവ്മെന്റ് ഞാനൊരു ലൈവ് സെഷൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, എനിക്ക് ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. സോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് അനുസരിച്ച്, എത്ര ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെന്നുള്ളതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും, ലൈവ് സെഷൻ യൂട്യൂബിൽ ലൈവ് സെഷൻ ആയിട്ട് വരും, ലൈവായിട്ട് വരും. ഏതാണ്? ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകൾ കേട്ടോ. അപ്പോൾ അത് ഞാൻ അടുത്തന്നെ ഉണ്ടാവും. സമയം കിട്ടാത്തതിന്റെ ചെറിയ ബുദ്ധിമുട്ടുകൊണ്ടാണ് വീഡിയോസ് പതുക്കെയാവുന്നത് കേട്ടോ. +2ന്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ട് ഒരുപാടായി, എനിക്കറിയാം, മനസ്സിലായല്ലോ. എല്ലാത്തിലേക്കും എത്താൻ പറ്റുന്നില്ല. മാത്രമല്ല ലാബിന്റെ വീഡിയോസ് ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, മനസ്സിലായല്ലോ. ഇപ്പൊ നമുക്ക് പല പോർഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഒഴിവാക്കി തരണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്ത് വന്നാലും ശരി, ഈ ലാബൊക്കെ ചെയ്യാതെ പോയാൽ എന്താ പ്രശ്നം, ഇതിന്റെ അടുത്ത കോഴ്സുകൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഇപ്പൊ ലാബ് ചെയ്തു പോയാലേ അവിടുത്തെ ലാബിലൊക്കെ കൂടുതൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ലാബ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ലാബിന്റെ പ്രതീക്ഷിക്കാം, തൊട്ടടുത്ത വീഡിയോ. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ഒരേ സമയം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതുകൊണ്ട് സമയക്കുറവുകൊണ്ടും കുറച്ച് ഡിലേ വരുന്നുണ്ട് ഓരോന്നും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒരുപാട് സമയമുണ്ട്, കാര്യങ്ങളും കൺസെപ്റ്റുകളും മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകുക തന്നെ ചെയ്യാം. ഓക്കെ ആണല്ലോ? ശരി, അപ്പോൾ ഇന്ന് നമ്മൾ ഡൈപോളിനെ പറ്റി പറയാം. എന്താണ് ഡൈപോൾ? ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചതാണ് അല്ലേ, കെമിസ്ട്രി ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ. 2 തുല്യവും വിപരീതവുമായ ചാർജുകൾ, -q + q, 2 തുല്യവും വിപരീതവുമായ ചാർജുകൾ വളരെ ചെറിയ അകലത്തിൽ വെച്ചാൽ, ആ അകലം സാധാരണ 2a എന്നോ 2l എന്നൊക്കെ കൊടുക്കും. എന്തിനാ ഇപ്പൊ മനസ്സിലാവും, ഡെറിവേഷൻ ചെയ്യുമ്പോൾ എളുപ്പമാവാൻ വേണ്ടിയിട്ടാട്ടോ. അല്ലാതെ കൺവീനിയൻസ് പർപ്പസ് മാത്രമാണ് 2a എന്ന് കൊടുക്കുന്നത്, a എന്ന് കൊടുക്കാണ്ട് 2a എന്ന് കൊടുക്കണം. കാരണം ഡൈപോളിന്റെ പകുതിയൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ 2a പകുതിയാണെങ്കിൽ നമുക്ക് a പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എയുടെ പകുതിയാണെങ്കിൽ a/2 ഒക്കെ കൊടുക്കുമ്പോൾ വീണ്ടും കോംപ്ലിക്കേഷൻ ആവും എന്തില്, ഡെറിവേഷനിൽ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. എന്താണ് ഒരു ഡൈപോൾ എന്ന് പറഞ്ഞാൽ? എന്താണ്? 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ. ആ സ്മോൾ ഡിസ്റ്റൻസ് നമ്മൾ 2a അല്ലെങ്കിൽ 2l എന്ന് കൊടുക്കാറുണ്ട്. ഡൈപോൾ മൊമെന്റ് P ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി, എല്ലാവർക്കും അറിയാം അല്ലെ. ഇങ്ങനെ കണ്ടുപിടിക്കുക, പ്രോഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഡൈപോൾ ലെങ്ത്. ചാർജും ഡൈപോൾ ലെങ്തും തമ്മിലുള്ള പ്രോഡക്റ്റ് ആണ് എന്ത്, ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഡൈപോൾ മൊമെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിലും ഇവിടെ നമ്മൾ P സ്കാലാറെ കാണിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. കാരണം എന്താണ്, q × 2a എന്ന് പറയുന്ന ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടാണ്, മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. പിന്നെയോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. അപ്പൊ അത് മറക്കണ്ട. അപ്പൊ ഇവിടെ നമ്മൾ ഡയറക്ഷൻ കാണിക്കാത്തതുകൊണ്ട്, മാഗ്നിറ്റ്യൂഡ് മാത്രം കാണിക്കുന്നതുകൊണ്ട് ഞാൻ മേലുള്ള വര ഒഴിവാക്കിയിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇതിന്റെ യൂണിറ്റ് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, യൂണിറ്റ് എന്താണ്? ക്യൂന്റെ യൂണിറ്റ് എന്താണ്? കൂളം. 2a ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. കൂളം മീറ്റർ. മനസ്സിലായല്ലോ? ഡൈപോൾ മൊമെന്റ് യൂണിറ്റ് കൂളം മീറ്റർ ആണ്. ഓക്കെ, ഇനി എന്താണ് ഈ ഇൻട്രൊഡക്ഷൻ വേണ്ടത്? ബാക്കി എന്താണ്? ഇലക്ട്രിക് ഫീൽഡ്. ഒരു ചാർജ് ഇവിടെ വെച്ചിട്ടുണ്ട്, ചാർജിന് ചുറ്റും ചാർജിന്റെ എഫക്ട് ഉണ്ടാവുന്ന ഏരിയനെ പറയുന്ന പേര് ഇലക്ട്രിക് ഫീൽഡ്. അതിൽ ഒരു പോയിന്റ് എടുത്തിട്ട് അവിടുത്തെ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് E, അതാണ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്, കാണാൻ പറഞ്ഞ. ഏത് പോയിന്റിലെയും ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അവിടെ ഒരു +1 കൂളം ചാർജ് കൊണ്ടുവയ്ക്കണം. ഈ ഡിസ്റ്റൻസ് എത്രയാ നോക്കണം, അത് 6. മനസ്സിലായില്ലേ? ആ +1 കൂളം ചാർജിന് ഈ q ചാർജുമായി ഉണ്ടാവുന്ന ഫോഴ്സ് എന്താന്ന് കാണണം. എങ്ങനെ? കൂളംസ് ലോ വെച്ചിട്ട്. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ചാർജ് കൊണ്ട് ഉണ്ടാവുന്ന ഇന്റൻസിറ്റി ആണല്ലോ നോക്കുന്നത്, ചാർജിന്റെ എഫക്റ്റ് ആണല്ലോ. ഒരു ചാർജ് അവിടെ ഓൾറെഡി ഉണ്ടാവും, q എന്ന് പറഞ്ഞ ചാർജ്.
അതിൽ നിന്ന് ആ ഡിസ്റ്റൻസ് അകലത്തിലാവൂല ആ പോയിന്റ് ഇരിക്കുന്നുണ്ടാവും, ഒരു ഡിസ്റ്റൻസ് അകലത്തിലാവൂല ആ പോയിന്റ് ഇരിക്കുന്നുണ്ടാവുക അല്ലെ. ആ പോയിന്റിൽ ഒരു 1 കൂളം ചാർജ് കൊണ്ടൊക്കെയാ, +1 കൂളം ചാർജ്, ടെസ്റ്റ് ചാർജ് എന്നും പറയും. മനസ്സിലായല്ലോ? എന്നിട്ട് അതിന്റെ ഫോഴ്സ് എന്താ നോക്കുക, തമ്മിലുള്ള ഫോഴ്സ്. ദാറ്റ്സ് ഓൾ. ഇത് നമ്മൾ പഠിച്ചാണ്. ഇതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? E = 1/4πε0 × Q/r² അല്ലെ. ഇത് പറഞ്ഞാണ് Q1 Q2 ഒരു ചാർജ് Qവും ഒരു ചാർജ് 1ഉം വരുമ്പോൾ Q/r² ആയിട്ട് വരും. ഇത് മാഗ്നിറ്റ്യൂഡ് ആണ്. ഡയറക്ഷൻ എപ്പോഴും എവിടുന്ന് എങ്ങോട്ടാണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. ഡയറക്ഷൻ എപ്പോഴും എവിടുന്ന് എങ്ങോട്ടാണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ. ഇത് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇതിന്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ ഒന്നെടുത്ത് കണ്ടാൽ മതി. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഇന്നത്തെ ഭാഗത്തേക്ക് വരാം. ഇന്ന് എന്താ നമ്മൾ പറയാൻ പോകുന്നത്? ഒരു ഡൈപോള് കൊണ്ട് ഡൈപോളിന്റെ ആക്സിൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ഒരു ഡൈപോള് കൊണ്ട് ഡൈപോളിന്റെ ആക്സിൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അതേപോലെ ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. വളരെ എളുപ്പമാണത്. മനസ്സിലായല്ലോ? കൺസെപ്റ്റുകൾ ഞാൻ പറയുള്ളൂ, സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ ചെയ്യുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ആ സിംപ്ലിഫിക്കേഷൻ വീഡിയോ ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാം. മനസ്സിലായല്ലോ? കാരണം ഒരു സിംപ്ലിഫിക്കേഷന് വേണ്ടി നമ്മൾ വെറുതെ ഇവിടെ സമയം കളയണ്ട എന്നുള്ളതുകൊണ്ടാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ ഈ രണ്ട് ഡെറിവേഷൻസും ഒരേ ഡെറിവേഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. ആദ്യം വേണ്ട എന്താണ്? ഒരു ഡൈപോള്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? -Q + Q, രണ്ട് തുല്യവും വിപരീതവുമായ ചാർജ്. അവരുടെ സെന്റർ പോയിന്റ് ഞാൻ അടയാളപ്പെടുത്താം, O എന്ന് കൊടുക്കാം. ചില ബുക്കുകളിൽ ഡൈപോളിന്റെ ഒരു പേര് കൊടുക്കും, AB എന്ന് കൊടുക്കാം. AB is a dipole. ഓക്കെ, എന്റെ സെന്റർ പോയിന്റ് ആണ് OA. ഇപ്പൊ സെന്റർ ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ മനസ്സിലാക്കാൻ ഞാൻ എന്റെ ഭാഗത്തുള്ള തെറ്റാണ്. ഓക്കെ, ഇത് സെന്റർ പോയിന്റ് ആണ് O. അപ്പോ ഇത് എത്രയായിരിക്കും? ഇത് A ആയിരിക്കും, ഇതും A ആയിരിക്കും. അപ്പൊ 2A ആണ് ടോട്ടൽ ലെങ്ത്, ഡൈപോൾ ലെങ്ത്. ഇനി അതിന്റെ ആക്സിയൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? X ആക്സിസ് കടന്നു പോകുന്ന പോയിന്റില്ലേ, ഇതാ ഞാൻ വരയ്ക്കുന്ന വളയുണ്ടോ എനിക്ക് അറിയില്ല, നോക്കാം. മനസ്സിലായല്ലോ? X ആക്സിസ് കടന്നു പോകുന്ന പോയിന്റ് അവിടെ എടുക്കാം, അവിടെ വേണമെങ്കിലും എടുക്കാം. തൽക്കാലം ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇവിടെ എടുക്കുന്നു എന്ന് മാത്രം. ഒരു പോയിന്റ് എടുത്തു, ആ പോയിന്റ് P എന്ന് എടുത്തു. മനസ്സിലായോ? ആ പോയിന്റിലേക്ക് ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം R ആണ്. ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം R ആണ്. നമ്മുടെ ഡെറിവേഷൻ എന്താണ്? ഈ P എന്ന് പറഞ്ഞ പോയിന്റില് ഈ ഡൈപോൾ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണണം. ഈ ഡൈപോൾ കൊണ്ടുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാണണം P എന്ന് പറഞ്ഞ പോയിന്റ്. മനസ്സിലായോ? ഇതാണ് ആക്സിയൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി വേറെ രണ്ടാമത്തെ ഡെറിവേഷൻ വരുന്നുണ്ട്. ഈ പോയിന്റ് എടുത്തിട്ട് ഇത് നിങ്ങൾ സെന്ററിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, മനസ്സിലായോ? ഇങ്ങനെ പോവുകയാണെങ്കിൽ മനസ്സിലാവണ്ടല്ലോ. അപ്പൊ ഇവിടെയാണ് നിങ്ങൾ പോയിന്റ് P എടുക്കുന്നത്. ഈ പോയിന്റ് പറയാം ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയാം. ഇക്വറ്റോറിയൽ പ്ലെയിൻ, ഇക്വറ്റോറിയൽ ലൈൻ എന്നൊക്കെ പറയുന്നതാണ്. മനസ്സിലായോ? ഈ പ്ലെയിൻ, ഇത് കടന്നു പോകുന്ന പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ഇക്വറ്റോറിയൽ പ്ലെയിൻ ആയി. ലൈനാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇക്വറ്റോറിയൽ ലൈൻ ആയി. അപ്പൊ ഈ P എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ഇവിടെയാണ് എടുക്കുന്നതെങ്കിൽ, ഇക്വറ്റോറിയൽ ലൈനിലാണ് എടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ നെറ്റ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? E. മനസ്സിലായോ? എന്തുകൊണ്ടാണ്? ഈ ഡൈപോൾ ഉണ്ട്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ചാർജ്, -Q ഉണ്ട് +Q ഉണ്ട്. അപ്പൊ ഈ രണ്ട് ചാർജ് കൊണ്ടും ഇവിടെയുള്ള ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ടോട്ടൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ദാറ്റ്സ് ഓൾ. ഇതും അത് തന്നെയാണ്. എന്താണ്? ഈ രണ്ട് ചാർജ് കൊണ്ടും ആക്സിയൽ പോയിന്റിലുള്ള P എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ടോട്ടൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കാണണം. ഇത് രണ്ടിന്റെയും കൺസെപ്റ്റ് സെയിം ആണ്. നോക്കൂ, നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിൾ ആണ്. ഒരു ചെറിയ കാര്യത്തിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. എന്താ കാര്യം അറിയോ? ഈ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പോയിന്റിലുള്ള ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറഞ്ഞാൽ, നെറ്റ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഡൈപോൾ വരുമ്പോൾ, മനസ്സിലായോ? ഇവിടെ രണ്ട് ചാർജ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം +Q ചാർജ് കൊണ്ട് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണും. പിന്നെ -Q ചാർജ് കൊണ്ട് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണും. രണ്ടിന്റെയും കൂടി റിസൾട്ടന്റ് എടുക്കും. ആ റിസൾട്ടന്റ് എടുക്കുന്നതിൽ വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? അതിന്റെ ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. അത്രയുള്ള പ്രശ്നം. അപ്പൊ അല്ല, അത് സ്കാലാർ പൊട്ടൻഷ്യലാണ് നമ്മൾ എടുക്കണമെന്ന് വിചാരിച്ചോളൂ. പൊട്ടൻഷ്യൽ ഇസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. മനസ്സിലായോ? ഡൈപോൾ കൊണ്ടുള്ള പൊട്ടൻഷ്യൽ കാണാൻ പറഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. നേരെ ഒന്നാമത്തെ ചാർജ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ കാണണം, രണ്ടാമത്തെ ചാർജ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ കാണണം, നേരിട്ട് ആഡ് ചെയ്യണം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്ത് നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്ഷനും കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതൊരു ഫോഴ്സ് ആണ്. ഒരേ പോയിന്റിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് എവിടുന്ന് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. ആ ഒരു ചെറിയ കൺഫ്യൂഷൻ മാത്രമേ, ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ളൂ. അതും കൺസെപ്റ്റ് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യാൻ ഇല്ല. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് കേസ്, ആക്സിയൽ പോയിന്റിലുള്ള കേസ്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഈ ഇക്വറ്റോറിയൽ പ്ലെയിൻ നമുക്ക് മറക്കാം. അത് നമുക്ക് അടുത്ത ഡെറിവേഷൻ ആയിട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? തൽക്കാലം എന്ത് മാത്രം നോക്കാം? നമുക്ക് ആക്സിയൽ പോയിന്റ് മാത്രം നോക്കാം. ഫസ്റ്റ് ഡെറിവേഷൻ. സോ ഇത്രയേ ഉള്ളൂ. ഒരു ഡൈപോളിന്റെ ആക്സിസിൽ ഒരു പോയിന്റ് ഉണ്ട് P.
ആ പിയില് ഈ ഡൈപോൾ കൊണ്ടുള്ള ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കാണണം. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഈ പ്ലസ് ക്യൂ ചാർജ് കൊണ്ട് ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണണം. അപ്പൊ ഈ മൈനസ് ക്യൂനെ പറ്റി മറന്നേക്കാം നമുക്ക്. മനസ്സിലായോ? ഇതൊന്നും വേണ്ട നമുക്ക്. ഈ പ്ലസ് ക്യൂ ചാർജ് കൊണ്ട് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാണണം. അപ്പൊ എങ്ങനെ കാണാം? ഏത് പോയിന്റിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിലും എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുള്ളത്? അവിടെ ഒരു +1 കൂളം ചാർജ് കൊണ്ടുവയ്ക്കുക. അവിടെ ഒരു +1 കൂളം ചാർജ് കൊണ്ടുവയ്ക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക? നോക്കൂ, ആ +1 കൂളം ചാർജിന് ഈ പ്ലസ് ക്യൂ ആയിട്ടുണ്ടാവുന്ന ഫോഴ്സ് നോക്കിയാൽ മതി. അപ്പൊ അതിനെ ഞാൻ E1 എന്ന് വിളിക്കാം. നോക്കിക്കോളൂ, ഈ പ്ലസ് ക്യൂ ചാർജ് കൊണ്ട് ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഞാൻ E1 എന്ന് വിളിക്കാം. E1 എന്തായിരിക്കും വരിക? 1/4πε0 ഇൻറ്റു അല്ലെ എന്ത് വരും? ഇവ തമ്മിലുള്ള ഫോഴ്സ് അല്ലേ? ഇവിടെ ഒരു ചാർജ് Q1 Q2/r² ആണ് അല്ലെ, ഡിസ്റ്റൻസ് ആണ്. അപ്പൊ Q1 Q2 ഒരു ചാർജ് Q ആണ്, ഒരു ചാർജ് 1 ആണ്. അപ്പൊ Q × 1 ഡിവൈഡഡ് ബൈ ഇവിടുന്ന് ഈ പ്ലസ് ക്യൂവിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് മാത്രം എടുത്താൽ മതി. ഈ പ്ലസ് ക്യൂവിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് മാത്രം എടുത്താൽ മതി. അപ്പൊ നോക്കൂ, ഈ പ്ലസ് ക്യൂവിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇവിടുന്ന് സെന്റർ വരെയുള്ള ദൂരം r ആണ്, ഈ ഡിസ്റ്റൻസ് a യും ആണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? r - a അല്ലേ? സോ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ r - a യുടെ സ്ക്വയർ കൊടുക്കാം. ഇക്വേഷൻ മറന്നിട്ടില്ലാതിരിക്കണം. ഇതാണ് ഇക്വേഷൻ. 1/4πε0 ഇൻറ്റു Q/r² എന്തായിരുന്നു? മനസ്സിലായോ? ആ Q ആയിട്ട് തന്നെ വരും, കാരണം Q × 1 ആണ്. Q ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഈ r എന്ന് പറയുന്നത് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, ആ ചാർജും ആ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് നമ്മളെ ഇത് പ്രകാരം r - a ആയതുകൊണ്ടാണ് ഇവിടെ r - a² എന്ന് കൊടുത്തത്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ജനറൽ ഇക്വേഷൻ മുമ്പ് ഡിറൈവ് ചെയ്തതാണ്. ഓക്കെ, അപ്പോ ഇനി ഈ E1ന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും നോക്കണമെങ്കിൽ എന്താ ചെയ്യുക? ഈ +1 കൂളം ചാർജ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതായിരിക്കും അതിന്റെ ഡയറക്ഷൻ. ഈ +1 കൂളം ചാർജ് എങ്ങോട്ടാ പോവുക? പ്ലസ് ക്യൂ ചാർജിൽ നിന്ന് ഈ +1 കൂളം ചാർജ് എങ്ങോട്ടാ പോവുക? റിപ്പൽ ചെയ്ത് പോവും. എങ്ങോട്ടാ പോവുക? റിപ്പൽ ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് പോവും. റൈറ്റ്. അപ്പൊ E1ന്റെ ഡയറക്ഷൻ അതാണ്. ക്ലിയർ അല്ലേ? സോ അവിടെ കഴിഞ്ഞു. എന്തായി? E1ന്റെ എന്ത് എഴുതി നമ്മള്? E1ന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതി, E1ന്റെ ഡയറക്ഷനും എഴുതി. വേണമെങ്കിൽ ഇതിന്റെ കൂടെ എങ്ങനെ എഴുതാം? എലോങ് ഏത് ഡയറക്ഷനിലാണ്? PE1 നമ്മുടെ ഡയറക്ഷൻ ഇവിടെ അങ്ങോട്ടാണ് പോവുക. ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ എന്ത് കഴിഞ്ഞു? പ്ലസ് ക്യൂ ചാർജ് കൊണ്ട് P എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതി, അതിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തു. ഇനിയോ? ഇനിതാ -q ചാർജ് കൊണ്ട് ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതണം. അപ്പൊ നമ്മൾ ഈ പ്ലസ് ക്യൂനെ പറ്റി മറന്നേക്കൂ, ഓർമ്മിക്കുക വേണ്ട വിട്ടേക്കൂ. എന്ത് മാത്രം മതി? -q നിന്ന് അങ്ങോട്ടുള്ള ദൂരം വിളിക്കാൻ മതി. -q നിന്ന് അങ്ങോട്ടുള്ള ദൂരം എത്രയായിരിക്കും? ഇതിന്റെ സെന്റർ വരെ r ആണ്, അവിടുന്ന് ഇങ്ങോട്ട് a ആണ്. സോ r + a ആയിരിക്കും. r + a. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വളരെ സിമ്പിൾ ആയി. എന്താണ്? E2 = -q ചാർജ് കൊണ്ട് P യിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കേട്ടാ. എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് at P due to -q ചാർജ്. അതാണ് E2. ഓക്കെ ആണല്ലോ? 1/4πε0 ഇൻറ്റു again Q × 1 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്താ വരിക? r + a². അപ്പോ നോക്കൂ, എങ്ങനെയാണത്? Q × 1 തന്നെ എടുക്കാൻ. കാരണം ഇവിടെ -q നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഇത് എഴുതുന്നുള്ളൂ, ഡയറക്ഷൻ ഇവിടെ വേറെ സെപ്പറേറ്റ് എഴുതുന്നുണ്ട്. അപ്പൊ ഡയറക്ഷൻ പറയൂ. ഈ -q ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ, E2ന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? വേറെ ഒന്നും വേണ്ട, ഈ +1 കൂളം എങ്ങോട്ട് പോകുന്ന ആക്കിയാൽ മതി. നമ്മൾ ഇതിനെപ്പറ്റി മറന്നിരിക്കുകയാണല്ലോ. അപ്പൊ ഇവിടെ -q ആയതുകൊണ്ട് ആ +1 കൂളം ഇങ്ങോട്ടല്ലേ വരിക, മൈനസിന്റെ അടുത്തേക്കല്ലേ വരിക. സോ E2ന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ് വരിക. സോ ഇതിനെ നമുക്ക് PE2 along PE2 എന്ന് എഴുതാം. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലെ? E1 E2 രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, രണ്ടും വെക്ടർ ക്വാണ്ടിറ്റി ആണ്. രണ്ടും നേരെ ഓപ്പോസിറ്റ് ആ ഡയറക്ഷൻ. ഒരു കാറ് രണ്ടാൾക്കാർ രണ്ട് ഭാഗത്ത് നിന്ന് വലിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരു കാറ് രണ്ടാൾക്കാർ രണ്ട് ഭാഗത്ത് നിന്ന് തള്ളിയാൽ എങ്ങനെ ഉണ്ടാവും? ആ അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പറഞ്ഞത് മനസ്സിലായോ? അപ്പോ അങ്ങനെയാകുമ്പോൾ നമ്മൾ എങ്ങനെയാ നെറ്റ് ഫീൽഡ് കാണാം? ടോട്ടൽ ഫീൽഡ് എങ്ങനെ കാണാം? ടോട്ടൽ ഫീൽഡ് കാണാൻ ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യുക? അതിന്റെ റിസൾട്ടന്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? വലുതെന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം കൊടുക്കുക. എങ്ങോട്ടാണ് ഡയറക്ഷൻ അത് കൊടുക്കുക. വലുതെന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ഡയറക്ഷൻ കൊടുക്കുക. സോ ഇതിൽ ഏതാ വലുത്? ഈ രണ്ടെണ്ണത്തിൽ ഏതാ വലുത്? ഇത് 1/4πε0 ഇൻറ്റു Q/r - a². ഇത് 1/4πε0 ഇൻറ്റു Q/r + a². ഇതിൽ E1 ആണോ E2 ആണോ വലുത്? ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇതൊക്കെ സെയിം ആണ് അല്ലെ? ഇതൊക്കെ സെയിം ആണ്. ആകെ 1/r - a²ഉം 1/r + a² മാത്രമേ വ്യത്യാസമുള്ളൂ. സോ നോക്കുക, ഡിനോമിനേറ്റർ ചെറുത് ഏതാണോ അതായിരിക്കും വാല്യൂ വലുത്. സോ r - a വരുന്നതാവും വലുത്. അപ്പൊ E1 അല്ലേ വലുത്. സോ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P, റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P
മനസ്സിലായോ? അതാണ് എന്ത് E1 മൈനസ് E2 കണ്ടാൽ മതി. എന്ത് കണ്ടാൽ മതി? E1 മൈനസ് E2. കാരണം എന്താ? E1 ആണ് വലുത്, E2 ആണ് ചെറുത്. സോ വലുതിന് ചെറുത് കുറയ്ക്കും. വലുതിന്റെ ഡയറക്ഷൻ ഏതാ? എലോങ് E1 ഡയറക്ഷൻ ഏതാ? PE1 അതാണ് വരിക. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യേണ്ട കേസ് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യേണ്ട കേസ് മാത്രമേ വരുന്നുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ സിംപ്ലിഫിക്കേഷൻ ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ആൻസർ കിട്ടും. റിസൾട്ടന്റ് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് E എന്ന് പറഞ്ഞാൽ 1/4πε0 ഇൻറ്റു 2p/r³ എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഇങ്ങനെ പി ഒക്കെ വന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്നതാണ്. Q into 2a ഡൈപോൾ മൊമെന്റ് Q into 2a പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? P സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? പിന്നെയോ R മൈനസ് എ സ്ക്വയർ ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എ വളരെ ചെറുതായതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് വളരെ ചെറുതാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി വലുതാക്കി വരച്ചേ ഉള്ളൂ ഡൈപോളിന്റെ ലെങ്ത്. അപ്പോൾ ആറിനെ അപേക്ഷിച്ച് എയുടെ വലുപ്പം വളരെ ചെറുതായതുകൊണ്ട് എ സ്ക്വയറും എയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? നെഗ്ലക്ട് ചെയ്ത് തള്ളിക്കളയും. അത് അത്ര മാത്രം ആ രണ്ട് കണ്ടീഷനാണ് ലാസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇത് സിംപ്ലിഫൈഡ് ഫോമിൽ ഇങ്ങനെ എഴുതുന്നത്. ഇത്രയുള്ള ആ സിംപ്ലിഫിക്കേഷൻ മാത്രം ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. ഇനി ആ സിംപ്ലിഫിക്കേഷൻ കൂടി ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കമന്റിൽ പറഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻ ചെയ്ത് കാണിക്കാം. വെറുതെ സമയം കളയണ്ട തോന്നിയോണ്ടാണ്. കാരണം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എനിക്കറിയാം, മനസ്സിലായേ? ഇത് കോമൺ ആണ്. E1 മൈനസ് E2 കാണാൻ ആർക്കും ചെയ്യാം അല്ലെ? ഇത് E1 മൈനസ് E2 കാണാൻ എന്താ ചെയ്യേണ്ടത്? ഇതിൽ കോമൺ ആയിട്ടുള്ള ഇതിന്റെ എടുക്കുക പുറത്തേക്ക്. Q ഡിവൈഡഡ് ബൈ 4πε0 കോമൺ ആണ്. അത് കഴിഞ്ഞ് ബാക്കി എന്താ ഉണ്ടാവുക? 1/r - a ഹോൾ സ്ക്വയർ മൈനസ് 1/r+a ഹോൾ സ്ക്വയർ. ഇത് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ മൈനസ് ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ ഇതുകൊണ്ടൊന്നുമില്ല. a+b ഹോൾ സ്ക്വയർ a-b ഹോൾ സ്ക്വയർ അറിയുന്ന ഒരു കുട്ടിക്ക് അത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയുന്നതുമാണ് ഇത് എന്നാണ്. ഇത് സിംപ്ലിഫിക്കേഷൻ ആണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ? കാര്യം മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഈ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ അടുത്ത ഡെറിവേഷന്റെ കൺസെപ്റ്റും ഇത് തന്നെയാണ്. ഇക്വറ്റോറിയൽ പ്ലെയിനിൽ നമ്മൾ ഇക്വറ്റോറിയൽ പ്ലെയിൻ വരച്ച് കാണിച്ചതല്ലോ. ഇക്വറ്റോറിയൽ പ്ലെയിനിൽ P എന്ന് പറഞ്ഞ പോയിന്റ് എടുത്താലും നമ്മൾ ചെയ്യുക എന്താണ്? ആദ്യം +q ചാർജ് കൊണ്ട് Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണും. പിന്നെ -q ചാർജ് കൊണ്ട് Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണും. ദെൻ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് കാണും. ദാറ്റ്സ് ഓൾ. ഇത്രയുള്ള പരിപാടി. മനസ്സിലായോ? ആദ്യം എന്താണ്? +q ചാർജ് കൊണ്ട് P എന്ന് പറഞ്ഞ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കാണും. -q ചാർജ് കൊണ്ട് Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണും. എന്ത് ചെയ്യും? റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് കാണും. ഇത്രയുള്ള പരിപാടി. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഇത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാം, സജഷൻസ് ആഡ് ചെയ്യാം കേട്ടോ. മനസ്സിലാവുന്നില്ലെങ്കിൽ അത് പറയാം, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് മാറ്റിക്കൊണ്ടിരുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഓൾറെഡി. എന്നാലും ഒന്നുകൂടി നന്നായി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സിമ്പിൾ ആയിട്ട് കൺസെപ്റ്റ് വൈസ് ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതിലിപ്പോൾ 3 സ്റ്റെപ്പേ ഉള്ളൂ അല്ലെ? ഒരു ഡൈപോൾ കൊണ്ട് ഡൈപോളിന്റെ ആക്സിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ് നമ്മൾ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? അപ്പോൾ അവിടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം +q ചാർജ് കൊണ്ട് ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടു. പിന്നെ -q ചാർജ് കൊണ്ട് ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടു. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടു. 3 സ്റ്റെപ്പ്. അപ്പോൾ ഓർത്ത് വെക്കാൻ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ സിംപ്ലിഫിക്കേഷൻ മാത്രം ചെയ്ത് പഠിച്ചാൽ മതി. ദാറ്റ്സ് ഓൾ. ഇത്രയുള്ള പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ഒരു കാര്യം കൂടി, എന്താണ്? ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഇംപ്രൂവ്മെന്റ് സീരീസ് നിങ്ങൾ കണ്ടുനോക്കൂ. എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഇനി വേറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പറഞ്ഞ പോലെ ഒരു ലൈവ് സെഷൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണ്? ഇമ്പ്രൂവ്മെന്റ് ക്ലാസ്സുകളാണ്. ഇമ്പ്രൂവ്മെന്റ് ക്ലാസ്സുകൾ ലൈവ് വീഡിയോസ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ കൂട്ടുകാരോടൊക്കെ പറയുക, ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ ആൾക്കാർ വരട്ടെ. കൂടുതൽ ആൾക്കാർ എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് പഠിക്കാം, ലൈവായിട്ടിരുന്ന് പഠിക്കാം. പിന്നെ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് മാത്രമേ ഞാൻ വീഡിയോ ആഡ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇംപ്രൂവ്മെന്റ് സീരീസ് നമുക്ക് ചെയ്യാം, വളരെ പെട്ടെന്ന് ചെയ്യാം. കുറച്ച് സമയം വേണ്ടുള്ളൂ. ഒരു 15 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇംപ്രൂവ്മെന്റ് പഠിച്ചു പോവാം. 15 മുതൽ 20 മണിക്കൂർ മതി ധാരാളം. എന്ത് പഠിക്കാൻ? ഇംപ്രൂവ്മെന്റ് സീരീസ് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു പോകാനേ ഉള്ളൂ. നല്ല മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യാം. അത് +1-ന് +2-ൽ +1-ന്റെ ഒരു റിവിഷൻ കൂടിയാവും. എൻട്രൻസിന് അത് ഗുണം ചെയ്യും. സോ നിങ്ങൾ എല്ലാവരും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. ഇനി കൂടുതൽ എന്തെങ്കിലുമൊക്കെ സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ആയിട്ട് താഴെ ആഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ? സോ താങ്ക് യു സോ മച്ച്.